ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമുക്ക് ബിസിനസ്സിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള GST രജിസ്ട്രേഷനാണ് വരുന്നത്. ഒന്ന് റെഗുലർ സ്കീം എന്ന് പറയും, രണ്ട് കോമ്പോസിഷൻ സ്കീം എന്നാണ് രണ്ടാമത്തെ രജിസ്ട്രേഷൻ നമ്മൾ പറയാം. പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് വരുന്നത്. ഇനിയുണ്ട്, എങ്കിലും രണ്ട് തരം നമ്മൾ നോക്കാം. ഇതിൽ റെഗുലർ സ്കീം അഥവാ നമുക്ക് നോർമൽ സ്കീം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് വലിയ ബിസിനസ്സുകളൊക്കെ ഈ ഒരു സ്കീമിൽ പോകുന്ന ആളുകളാണ്. ഉദാഹരണത്തിന് 40 ലക്ഷത്തിന് മുകളിൽ ഗുഡ്സിന്റെ ടേൺ ഓവറുള്ള ആനുവൽ ടേൺ ഓവറുള്ള ബിസിനസ്സുകളായാലും 20 ലക്ഷത്തിന് മുകളിൽ സർവീസ് ടേൺ ഓവറുള്ള ബിസിനസ് സ്ഥാപനങ്ങളായാലും നമുക്ക് ഈ നോർമൽ സ്കീമിലാണ് അത് ചെയ്യേണ്ടത്. ഇതിലൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നമുക്ക് കേരളത്തിന് പുറത്തോട്ട് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഇന്ത്യ നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയുള്ള ഒരു പ്ലാനുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും വി വിൽ സജസ്റ്റ് നിങ്ങൾ റെഗുലർ സ്കീമിലാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഇതിൽ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ITC നമുക്ക് ഈ ഒരു ബിസിനസ് ഈ ഒരു രജിസ്ട്രേഷൻ ലഭിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബിസിനസ്സാണ്, ഫോർ എക്സാമ്പിൾ കേരളത്തിനുള്ളിലാണ്, ഒരു റെസ്റ്റോറന്റ് ആണെന്നൊക്കെ വിചാരിക്കുക. ഒരു വർഷം നിങ്ങൾക്ക് ആകെ ടേൺ ഓവർ ഉള്ളത് ഒരു 75 ലക്ഷമോ 80 ലക്ഷമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമ്പോസിഷൻ സ്കീമിൽ എടുത്താലും മതിയാവും. അവിടെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് നമുക്ക് വാങ്ങിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല, വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ ചെറിയ ഒരു ടാക്സ്, അതായത് 1% to 6% ടാക്സ് ആണ് നമ്മൾ അടയ്ക്കേണ്ടി വരിക. നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പൊ ചെറിയ ബിസിനസ് ആണ്, കേരളത്തിലോട്ട് പുറത്തോട്ട് പോകുന്നില്ല, ചെറിയ രീതിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ടാക്സ് റേറ്റിൽ നമുക്ക് കോമ്പോസിഷൻ സ്കീമും അവൈലബിൾ ആണ്. അത് നമുക്ക് ഈ ടാക്സ് ഫയലിങ്ങും വളരെ ഈസിയാണ് കോമ്പോസിഷൻ സ്കീമിൽ, അങ്ങനെയും ചെയ്യാം. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുക, രണ്ട് തരത്തിലാണ് നമുക്ക് GST രജിസ്ട്രേഷൻ വരുന്നത്. ഒന്ന് റെഗുലർ സ്കീമും മറ്റൊന്ന് കോമ്പോസിഷൻ സ്കീമും. നിങ്ങൾക്ക് GSTയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനലുണ്ട്, ക്യാപി ടാക്സ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് GST നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.